ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ബോംബെയിലെ ഒരു സാധാരണ കടക്കാരൻ, പക്ഷെ സംസാരിക്കുന്നതോ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച്. അങ്ങനെ ഒരാളാണ് ശ്രീ നിസർഗദത്ത മഹാരാജ്. അദ്ദേഹത്തിന്റെ വളരെ ലളിതവും എന്നാൽ നമ്മളെ അമ്പരപ്പിക്കുന്നതുമായ ജ്ഞാനത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. അപ്പോ ആരായിരുന്നു ഈ മനുഷ്യൻ? ഒരു വശത്ത് വളരെ ലളിതമായൊരു ജീവിതം, മറുവശത്ത് അതിരുകളില്ലാത്ത അറിവും. ഈ ഒരു ചോദ്യമാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു 5 സ്റ്റെപ്പിലൂടെ പോവാം, അല്ലേ? ആദ്യം ഒരു കടക്കാരൻ എങ്ങനെ ഒരു ഋഷിയായി എന്ന ഒരു കോൺട്രാസ്റ്റ്. പിന്നെ മാരുതി എന്ന സാധാരണ മനുഷ്യൻ എങ്ങനെ മഹാരാജായി മാറിയെന്ന് നോക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രധാന ആശയമായ ഞാനുണ്ട് എന്നതിലേക്കും അദ്ദേഹം എങ്ങനെ ഒരു കണ്ണാടി പോലെ ആളുകളെ പഠിപ്പിച്ചു എന്നതിലേക്കും കടക്കാം. അവസാനം ബോധത്തിന്റെ വിത്ത് എന്നൊരു അടിപൊളി ആശയമുണ്ട്, അതിൽ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ഒരു വലിയ വൈരുദ്ധ്യത്തിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഇത്ര സാധാരണക്കാരനായ ഒരാൾക്ക് ഇത്രയും അസാധാരണമായൊരു ഉൾക്കാഴ്ച കിട്ടിയത്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു കാലത്ത് ഞാനൊരു പുരുഷനായിരുന്നു, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി. പക്ഷേ എന്റെ ഗുരുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ബ്രഹ്മമാണെന്നറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ വാചകത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര മുഴുവനുമുണ്ട്. ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് പ്രപഞ്ചബോധത്തിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. ഈയൊരു വ്യത്യാസം കണ്ടോ? ഒരു വശത്ത് ഒരു ചെറിയ മച്ചിമ്പുറത്ത് താമസിക്കുന്ന, മറാഠി മാത്രം സംസാരിക്കുന്ന ഒരു കടയുടമ, മറുവശത്തോ പ്രപഞ്ച സത്യങ്ങൾ മുഴുവൻ പറയുന്ന, ആത്യന്തികമായ സ്വാതന്ത്ര്യം ഓഫർ ചെയ്യുന്ന ഒരു ഗുരു. ഇതാണ് മഹാരാജിന്റെ ആ ഒരു യുണീക്നെസ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടക്കാം. പക്ഷെ കേട്ടോ, ഇതൊരു ചരിത്രം പഠിക്കലല്ല, മറിച്ച് ഒരാൾക്ക് എങ്ങനെ ഇങ്ങനൊരു മാറ്റം വന്നു എന്നറിയാനുള്ള ഒരു യാത്രയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നോക്കൂ. 1897 മാരുതിയായി ജനിച്ചു. ഏകദേശം 1933 ഗുരുവിനെ കണ്ടുമുട്ടി. വിശ്വസിക്കാൻ പറ്റുമോ? വെറും 3 വർഷം കൊണ്ട് 1936 അദ്ദേഹം ആ പരമമായ സത്യം തിരിച്ചറിഞ്ഞു. ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനുശേഷം അദ്ദേഹം ഹിമാലയത്തിലോട്ടോ ആശ്രമത്തിലേക്കോ പോയില്ല. പകരം ബോംബെയിലെ തന്നെ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിവന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരൊറ്റ ഉപദേശം, അതെത്ര സിമ്പിളായിരുന്നു എന്ന് നോക്കൂ. വേറൊന്നും ചെയ്യണ്ട, ഞാൻ ഉണ്ട് എന്ന ആ ഒരു ഫീലിംഗിൽ വെറുതെ അങ്ങനെ ഇരിക്കുക, അത്രയുള്ളൂ. എല്ലാം ഇതിലുണ്ട്. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളുടെ ആ ഒരു കോറിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഐഡന്റിറ്റിയെയും കോൺഷ്യസ്നെസ്സിനെയും കുറിച്ചുള്ള ചില ആശയങ്ങൾ. ചിലപ്പോൾ കേൾക്കുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നാം, പക്ഷെ സംഭവം സിമ്പിളാണ്. ഒരു നിമിഷം ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്കൊരു സംശയവുമില്ലാതെ 100% ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണ്? മഹാരാജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരേയൊരു കാര്യം ഞാനുണ്ട് എന്ന ആ ഒരു ബോധമാണ്. നിങ്ങളൊരു പുരുഷനാണ്, സ്ത്രീയാണ്, അല്ലെങ്കിൽ ഇന്ന പേരുള്ള ആളാണ് എന്നൊക്കെ പറയുന്നതിനു മുൻപുള്ള ആ ഒരു ശുദ്ധമായ അനുഭവം, അതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ ഞാനുണ്ട് എന്ന ബോധം നമ്മുടേതു മാത്രമല്ല എന്ന് കാണിക്കാൻ മഹാരാജ് ഒരു കിടിലൻ ഉദാഹരണം പറയാറുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരു പ്രാണിയുണ്ടാകുമ്പോൾ അതിനറിയാം ഞാനുണ്ട് എന്ന്. ഒരു കുഞ്ഞു ജനിക്കുമ്പോഴും അതിനറിയാം ഞാനുണ്ട് എന്ന്. അതായത് ഈ ബോധം പേഴ്സണലല്ല, അത് പ്രകൃതിയിൽ താനെ ഉണ്ടാകുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ആ ബോധം നിങ്ങളല്ല, അത് നിങ്ങളിൽ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? നമ്മുടെ ഈ വ്യക്തിത്വം, നമ്മുടെ പേരും രൂപവും കഥകളുമെല്ലാം ഒരു സ്വപ്നത്തിലെ കഥാപാത്രം സ്വയം സത്യമാണെന്ന് വിശ്വസിക്കുന്നത് പോലെയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കഥ മാത്രമാണ് ഈ ഞാൻ. അപ്പോൾ അദ്ദേഹം എന്താണ് പഠിപ്പിച്ചതെന്നതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ പഠിപ്പിച്ചു എന്നത്. നമുക്കതിലേക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ രീതി വളരെ ഡയറക്റ്റായിരുന്നു, പക്ഷെ അതിലൊരു കരുണയുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് സാരമില്ല, എല്ലാം ശരിയാവും എന്നൊന്നും പറഞ്ഞ് ആരെയും ആശ്വസിപ്പിക്കാൻ പോയില്ല. പകരം വരുന്ന ആളുടെ മനസ്സിനെ തന്നെ അയാൾക്ക് നേരെ തിരിച്ചു പിടിക്കുന്ന ഒരു കണ്ണാടി പോലെയായിരുന്നു. നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണിച്ചു തരുന്ന ഒരു കണ്ണാടി. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം. ഒരാൾ അദ്ദേഹത്തോട് വന്ന് പറയുകയാണ്, ഞാനൊരു കണ്ണാടിയാണ് അന്വേഷിക്കുന്നത്. അപ്പം മഹാരാജന്റെ മറുപടി ഭയങ്കര ഷാർപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള കണ്ണാടികളൊന്നും ഒരു പണിക്കും കൊള്ളില്ല. ആ ഒരൊറ്റ മറുപടിയിൽ ചോദ്യം ചോദിച്ചയാൾ തന്റെ കയ്യിലുള്ള എല്ലാ ധാരണകളെയും ചോദ്യം ചെയ്യാൻ നിർബന്ധിതനായി. അദ്ദേഹത്തിന്റെ രീതിക്ക് ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. അതായത് അദ്ദേഹം പുസ്തകം നോക്കി ഒന്നും പറയില്ല, എല്ലാം സ്വന്തം എക്സ്പീരിയൻസ്. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും അതിനെ അദ്ദേഹം ചോദ്യം ചെയ്യും. കാരണം ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ വെറുതെ സമാധാനം കിട്ടാൻ വരുന്നവർക്ക് അദ്ദേഹം അത്ര പോപ്പുലർ ഒരു ഗുരു ആയിരുന്നില്ല. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം.
അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിലെ ഏറ്റവും ഹോപ്പ്ഫുള്ളായ ഒരു ഐഡിയ, ഈ പുസ്തകത്തിന്റെ പേരുമായി നേരിട്ട് ബന്ധമുള്ള ഒരാശയം. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മോചനം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, അത് വിശ്വസിക്കാനുള്ളൊരു കാര്യമാണ്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യത്തിന്റെ കാര്യമാണ്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഓൾറെഡി ഫ്രീ ആണ്. അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാനുള്ളൊരു ധൈര്യം അത്രേ വേണ്ടൂ. ഈ പുസ്തകത്തിന്റെ കവർ തന്നെ നോക്കൂ. ആ ഐഡിയ മുഴുവൻ ഇതിലുണ്ട്. ബോധം ഒരു വിത്തുപോലെയാണ്. അവസാനം അദ്ദേഹം പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അദ്ദേഹം പറയും, ഇവിടുന്ന് നിങ്ങൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ ഒരു വിത്ത് പോലെയാണ്. അത് തനിയേ വളർന്നോളും. നിങ്ങളൊന്നും ചെയ്യണ്ട, അതിനെ വെറുതെ വിട്ടാൽ മതി. തടസ്സം നിൽക്കാതിരുന്നാൽ മാത്രം മതി. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളുടെയെല്ലാം സത്ത ഈ ഒരു ചോദ്യത്തിലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണെങ്കിലോ?